2024 വാർത്താ താരത്തെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് മനോരമ ന്യൂസ്. അതായത് ന്യൂസ് മേക്കിംഗ് അവാർഡ് മനോരമ ന്യൂസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. 10 പേരെ വെച്ച് പ്രാഥമിക പട്ടിക തയ്യാറാക്കുകയും അതിൽ നിന്നും പ്രേക്ഷകരുടെ വോട്ട് കിട്ടിയ 4 പേരെ വെച്ച് ചുരുക്കപ്പട്ടിക തയ്യാറാക്കുകയും അതിൽ നിന്നും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നൽകി തിരഞ്ഞെടുത്ത ഒരാളെ ഈ വർഷം ന്യൂസ് മേക്കറായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. 2024 വർഷത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് എന്നാണ് ന്യൂസ് മേക്കർ അവാർഡ് കൊണ്ട് മനോരമ ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ അവാർഡ് പ്രഖ്യാപനം ഏറെ സവിശേഷതകൾ നിറഞ്ഞതായിരുന്നു. 3 രാഷ്ട്രീയ താരങ്ങളും അതോടൊപ്പം ഒരു കായിക താരവുമായിരുന്നു അവസാന 4-ൽ എത്തിച്ചേർന്നത്. കായിക താരം മറ്റാരുമായിരുന്നില്ല, ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനും പാരീസ് ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ PR ശ്രീജേഷ് ആയിരുന്നു. താൻ ഉൾപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് കൊട്ടാര വിപ്ലവം നടത്തി രാഷ്ട്രീയത്തിൽ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാക്കി ഇറങ്ങിപ്പോയ PV അൻവർ ആയിരുന്നു മനോരമ ന്യൂസ് മേക്കറിൽ അവസാന 4-ലെത്തിയ ഒരു രാഷ്ട്രീയ താരം. വടകര ലോക്സഭാ ഇലക്ഷനിലെ വിജയവും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയത്തിലേക്ക് കൈപിടിച്ചു കയറ്റുകയും ചെയ്ത ഷാഫി പറമ്പിലായിരുന്നു ന്യൂസ് മേക്കറിലെ 2ാമത്തെ രാഷ്ട്രീയ താരം. കേരള ചരിത്രത്തിലെ ആദ്യ BJP MP ആയ, കഴിഞ്ഞ വർഷം BJP കാൻഡിഡേറ്റായി മത്സരിച്ച് തൃശൂരിൽ നിന്നും MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട സിനിമാ നടൻ കൂടിയായ സുരേഷ് ഗോപിയായിരുന്നു രാഷ്ട്രീയത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 3ാമത്തെ താരം. ജനങ്ങൾക്കിടയിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പ് സർവേയിൽ 1ാമതെത്തിയത് സുരേഷ് ഗോപിയാണ്. അങ്ങനെ അദ്ദേഹം ഇപ്രാവശ്യത്തെ ന്യൂസ് മേക്കറായി പ്രഖ്യാപിക്കപ്പെട്ടു. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിജയത്തെക്കാളേറെ വിവാദങ്ങൾ സൃഷ്ടിച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. PV അൻവർ ആകട്ടെ ഒരു വാർത്താ സമ്മേളനം നടത്തി പിന്നീട് ഒരുപാട് നാളത്തേക്ക് മാധ്യമങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുന്നു. ഷാഫി പറമ്പിലിന്റെ കാര്യം തികച്ചും വ്യത്യസ്തമാണ്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പും വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളിൽ കത്തിക്കയറിയത്. എന്നാൽ ഈ വർഷം വിവാദങ്ങളിലൂടെയും മാധ്യമങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിയും മാധ്യമങ്ങളെ അഗ്രസീവായി നേരിട്ടും കൊണ്ടാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് സുരേഷ് ഗോപി പരാജയപ്പെട്ടിരുന്നു എങ്കിലും തൃശ്ശൂർക്കാർക്കിടയിൽ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തൃശ്ശൂരിന്റെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും സുരേഷ് ഗോപി ഇടപെട്ടു. ഇത് മാധ്യമങ്ങൾ കൊണ്ടാടുക തന്നെ ചെയ്തു. സോഷ്യൽ മീഡിയ അദ്ദേഹത്തിനു വേണ്ടി കൈയടിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പാർട്ടി വോട്ടുകൾക്ക് അതീതമായി ഒരുപാട് നിഷ്പക്ഷ വോട്ടുകൾ കൂടി ലഭിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തുന്നത്. പിന്നീട് അദ്ദേഹം നടത്തിയ പല പ്രവർത്തനങ്ങളും പ്രസ്താവനകളും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ച സമയത്ത് നിലത്തു വീണതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ട്രോളന്മാർ ശരിക്കും ആഘോഷിച്ചതാണ്. ഇതിനു പുറമെ തൃശ്ശൂർ പൂരം കലങ്ങിയ സമയത്ത് അദ്ദേഹം ആംബുലൻസിൽ വന്നിറങ്ങിയത് വൻ മൈലേജ് ആയിരുന്നു നൽകിയിരുന്നത്. എന്നാൽ അൻവറിന്റെ പ്രസ്താവനയോടുകൂടി ഇതെല്ലാം തിരിച്ചടിയായി. തൃശ്ശൂർ പൂരം കലങ്ങിയതല്ല, മനഃപൂർവ്വം കലക്കിയതാണെന്നും സുരേഷ് ഗോപി ഇതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നും അന്ന് പരസ്യമായി തന്നെ അൻവർ പറഞ്ഞു. കുടമാറ്റത്തിൽ രാമന്റേതടക്കമുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയതിൽ കലിപൂണ്ട കമ്മ്യൂണിസ്റ്റുകാരാണ് പൂരം കലക്കിയതെന്നുള്ള ഒരു നാരേറ്റീവ് അന്ന് പരക്കെ പ്രചരിപ്പിക്കപ്പെട്ടു. ഇതെല്ലാമാണ് പിന്നീട് സുരേഷ് ഗോപിയെ ലോക്സഭയിലേക്ക് വിജയിപ്പിച്ചെടുക്കാൻ തൃശ്ശൂർക്കാരെ പ്രേരിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. കേരളത്തിൽ ആദ്യമായി BJPക്ക് ലോക്സഭാ സീറ്റ് നൽകിയ അദ്ദേഹത്തെ പ്രകാശ് ജാവേദ്കർ വീട്ടിലെത്തി അഭിനന്ദിച്ചു. ക്യാബിനറ്റ് പദവി കിട്ടുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം നൽകി ഒതുക്കിക്കളഞ്ഞു. മാധ്യമങ്ങളുമായി എന്നും കൊമ്പുകോർക്കുന്ന സ്വഭാവമായിരുന്നു സുരേഷ് ഗോപിക്കുണ്ടായിരുന്നത്. ഓരോ ചോദ്യങ്ങളെയും അസഹിഷ്ണുതയോടെ മാത്രം നേരിട്ടു. പലപ്പോഴും മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റുന്ന സാഹചര്യം വരെ നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങൾ തന്നെ ഉപദ്രവിക്കുന്നെന്ന് പറഞ്ഞ് അഡീഷണൽ പോലീസിന്റെ സഹായം തേടിയ രംഗം വരെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ നിറഞ്ഞ മറ്റൊരു സംഭവമായിരുന്നു ജോൺ ബ്രിട്ടാസുമായി ലോക്സഭയിൽ വാഗ്വാദത്തിൽ ഏർപ്പെട്ടത്. കേരളത്തിൽ നിന്നുള്ള 2 MPമാർ പരസ്പരം പോരടിക്കുന്നത് അന്ന് മാധ്യമങ്ങൾ സസൂക്ഷ്മം ഒപ്പിയെടുത്തിരുന്നു. ഇങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം സുരേഷ് ഗോപി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ വിവാദങ്ങളിലൂടെയായിരുന്നു അദ്ദേഹം പലപ്പോഴും വാർത്തകളിൽ താരമായി നിന്നതെന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്.